ഹലോ, നമ്മളെ മോന് തീരെ വയ്യ. എന്ത് പറ്റി? അവന് ഡിഫ്തീരിയാണ്. പനിയും മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ വന്നപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാ. എന്നിട്ട് മരുന്ന് തന്നില്ലേ? മരുന്നൊക്കെ തന്നു. നമ്മളവന് സമയാസമയങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്തതുകൊണ്ട് സംഭവിച്ചതാന്നാ ഡോക്ടർ പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കുത്തിവെക്കുന്നത് അപകടമാണെന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടല്ലേ നമ്മളത് വേണ്ടെന്ന് വെച്ചത്. ഇപ്പോഴും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ പേടിച്ചിട്ട് സമ്മതിക്കാതിരുന്നതാ. ഇനി നീ ഒന്നും നോക്കണ്ട, ഡോക്ടർ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ശരി. അദ്ദേഹത്തിനെ കണ്ട് കുത്തിവയ്പ്പ് എത്രയും പെട്ടെന്ന് എടുപ്പിക്കണം. നീ സമാധാനമായിട്ടിരിക്കേ, നമ്മുടെ മോനൊന്നും സംഭവിക്കില്ല. എന്തായാലും ഞാൻ അടുത്ത മാസം അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നീ പേടിക്കാണ്ടിരിക്കേ. ഇന്ന് മരുന്നൊക്കെ കൊടുത്തല്ലോ അല്ലേ? ഏട്ടാ, ആരോ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് പിന്നെ വിളിക്കാം. നമസ്കാരം. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഞാൻ സാറിന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സാർ ഇരിക്കും. അതെ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നാ. മോനെ ഡിഫ്തീരിയ പിടിപെട്ടു അല്ലേ? അതെ. എന്നിട്ടാണോ ഹോസ്പിറ്റലിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ്പൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇല്ലേ? അത് പിന്നെ പേടിച്ചിട്ടാ സാറേ. ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ഇനി എന്തായാലും കുത്തിവയ്പ്പ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഭർത്താവായിട്ട് സംസാരിച്ചു. അതേതായാലും നന്നായി. ശാസ്ത്രീയമായി അറിവില്ലാത്ത ആൾക്കാരുടെ പ്രചരണങ്ങളിൽ വിശ്വസിച്ചാണ് പലരും കുത്തിവയ്പ്പ് എടുക്കാൻ മടിക്കുന്നത്. ഡിഫ്തീരിയ ഒരു പകർച്ചവ്യാധിയാണ്. അസുഖം ബാധിച്ച ആളുടെ അടുത്തിടപഴകുന്ന ആൾക്കും ഇതെളുപ്പം പകരും. വായുവിലൂടെയും ഇതിൻ്റെ രോഗാണുക്കൾ പകരും. വസൂരി പോലെയുള്ള മാരക രോഗങ്ങൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തത് എങ്ങനെയാ? പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാ. അതൊരിക്കലും മറക്കണ്ട. ഡിഫ്തീരിയ മാരകമാണ്. വാക്സിനേഷൻ സമയാസമയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും നൽകണം. രോഗപ്രതിരോധമാണ് ഏറ്റവും വലുത്.